ചെങ്ങന്നൂർ കഴക്കൂട്ടം സംസ്ഥാന പാത അത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിൻ്റെ കീഴിൽ ഏകദേശം 15 വർഷത്തിൽ കൂടുതലായി ഇന്ന് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിലനിർത്തിക്കൊണ്ടു പോകുന്ന റോഡാണ്. എന്നാൽ ആ റോഡിൻ്റെ അവസ്ഥയും അതോടൊപ്പം തന്നെ ആ റോഡുമായി ബന്ധപ്പെട്ടുള്ളതായ സിഗ്നൽ ലൈറ്റ്സ് അടക്കം അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ ഉപയോഗിക്കേണ്ടതായ വെളിച്ചം, തെരുവിളക്കുകൾ ഇത് പരിപൂർണമായും തകർന്ന അവസ്ഥയിലാണ്. ഞാൻ വർഷങ്ങളായി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിൻ്റെ ഓഫീസ് കൊട്ടാരക്കരയിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ചീഫ് എഞ്ചിനീയർ ഒഴിച്ചാൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മുതൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും എയും അടക്കമെല്ലാം പ്രവർത്തിക്കുന്ന ഒരു ഓഫീസ് സംവിധാനം കൊട്ടാരക്കരയിൽ നിലവിലുണ്ട്. നിർഭാഗ്യവശാൽ ഈ ഓഫീസിൽ ചെന്നാൽ ഒരിക്കൽ പോലും നമുക്ക് ഉദ്യോഗസ്ഥരെ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഞാൻ ഈ ഓഫീസിൽ പോയിട്ടുണ്ട്. ഓഫീസിൽ ചെല്ലുമ്പോഴെല്ലാം അത് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാം എന്ന് പറയാൻ ഒരു ഓവർസിയറോ അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെ നമുക്കറിയാം, ഇവിടെ കരിക്കം ജംഗ്ഷനിൽ ഒരു വലിയ മരം നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ അത് ഇന്ന് യാത്ര വലിയ ദുരിതപൂർണ്ണമായി നിൽക്കുന്നതുകൊണ്ട്, അത് അല്ലെങ്കിൽ യാത്രക്കാർക്ക് ദുരിതം നിൽക്കുന്നതുകൊണ്ടാണ് ആ മരം കോടതിയുടെ ഉത്തരവ് പ്രകാരം അത് മുറിക്കാനിടയായത്. ആ മരം ഇന്ന് മുറിച്ച് പകുതിയാക്കി. ആ ശേഷം അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു എന്തോ കോടതിയുമായി ബന്ധപ്പെട്ടുള്ളതായ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ ആ പണി പകുതിക്ക് നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ആ മുറിച്ച തടി ഇന്ന് അവിടെ ഗതാഗത തടസ്സമാക്കി വലിയ ഒരു ദുരിതം വിതച്ചുകൊണ്ടാണ് ആ തടികൾ ഇന്ന് ആ മെയിൻ റോഡിൽ തന്നെ ഈ സംസ്ഥാന പാതയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് നീക്കം ചെയ്യാനുള്ള നടപടിയില്ല. കക്കാട് പ്രദേശത്തുള്ളതായ സിഗ്നൽ ലൈറ്റ് പരിശോധിച്ചാൽ അറിയാം, അത് തുരുമ്പെടുത്ത് കംപ്ലീറ്റ് റബ്ബർ മരത്തിൻ്റെ കീഴിലാണ് ആ സിഗ്നൽ ലൈറ്റ്സ് നിൽക്കുന്നത്. ഇവിടെ വാളകം മുതൽ ലോവർ കരിക്കം വരെയുള്ള തെരുവുവിളക്കുകൾ അത് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്താണ് വർഷങ്ങളായി പരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഒരു ലൈറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട റോഡിൻ്റെ ഇരു സൈഡുകളിലേക്കും ഈ KSTP സംസ്ഥാന പാതയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണ്. ഈ സംസ്ഥാന പാതയുടെ ഇരുവശങ്ങളിലേക്കുള്ള റോഡുകൾ പരിശോധിച്ചാൽ കരിക്കം സെൻറ്റ് മേരീസ് റോഡ് എന്ന് പറയുന്നത് ഈ സംസ്ഥാന പാതയിൽ നിന്ന് ദേശീയപാതയിൽ ഇറങ്ങുന്ന ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കൊട്ടാരക്കര ടൗണുമായി ബന്ധപ്പെട്ട് 2 കിലോമീറ്റർ കഴിഞ്ഞാലുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ റോഡാണ്. 3 കിലോമീറ്ററാണ്. ആ റോഡ് പരിപൂർണമായി ഇന്ന് കാൽനടയ്ക്ക് പോലും യോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള സമരപരിപാടികളൊക്കെ നടത്തിയിരുന്നു. ആ റോഡ് നിർമ്മിക്കുവാനോ പുനഃക്രമീകരിക്കുവാനോ ഉള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏകദേശം 50ഓളം പഞ്ചായത്തുകളാണ് ഈ റോഡുകളുടെ ലൈറ്റുകൾക്കുള്ളതായ പരിപാലനവുമായി ബന്ധപ്പെട്ടുള്ളതായ പൈസ എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രൂപയുടെ പോലും സേവനം പൊതുജനങ്ങൾക്ക് അതുപോലെ ലഭിക്കുന്നില്ല എന്നുള്ളത്. വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് തന്നെ KSTPയുടെ പേരിൽ ആ ലൈറ്റുകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഇന്നും ഏതാണ്ട് 1 ലക്ഷത്തിപ്പുറത്ത് രൂപ എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കടന്നു പോകുന്ന റോഡുകൾ ഏത് പരിശോധിച്ചാലും നിലമേലായാലും ഉമ്മന്നൂരായാലും കൊട്ടാരക്കരയായാലും മൈലമായാലും അടൂർ മുനിസിപ്പാലിറ്റി ഒക്കെ തന്നെയും ഇത് കൃത്യമായി ചെയ്യുന്നു. പക്ഷേ ഈ റോഡിലൊന്നും തന്നെ തെരുവുവിളക്കുകളുടേതായ സേവനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുക്കിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സിഗ്നൽ ലൈറ്റുകൾ ഒന്നും തന്നെയും ഇന്ന് ഒരെണ്ണം പോലും പ്രവർത്തിക്കുന്നില്ല. ദൈനംദിനവും ഒന്നിലേറെ അപകടങ്ങളാണ്. അതും ഒരു പക്ഷേ മനുഷ്യർ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അടിയന്തരമായി ഈ റോഡിലെ പരിപൂർണമായും ഒരു സംസ്ഥാന നിലവാരമുള്ള റോഡ് എന്ന നിലയിൽ സംസ്ഥാന നിലവാരത്തിലേക്ക് ആ റോഡിനെ പുനഃക്രമീകരിക്കുവാനും അതിൻ്റെ തെരുവുവിളക്കുകൾ കൃത്യമായി അത് സ്ഥാപിക്കുവാനും അത് പരിപാലനം നടത്തുവാനും അതോടൊപ്പം തന്നെ സിഗ്നൽ ലൈറ്റ്സുകൾ കൃത്യമായി അത് നടപ്പാക്കുവാനും അത് കൃത്യമായി പരിപാലിക്കുവാനും വേണ്ട നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ സംസ്ഥാന പാതയിൽ നിന്ന് ദേശീയപാതയിലേക്ക് ഇറങ്ങുന്നതായ റോഡുകൾ കൃത്യമായി ഇന്നത്തെ ട്രാഫിക് വലിയ വിഷയം നിൽക്കുന്നതിനാൽ ധാരാളം വാഹനങ്ങളാണ്. മുൻകാലങ്ങളെപ്പോലെയല്ല. നിങ്ങൾക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഞായറാഴ്ചയൊക്കെ നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് ഇന്ന് വാഹനങ്ങളുടെ അതിഭയങ്കരമായ ദുരിതമാണ്. തിങ്കളാഴ്ച രാവിലെ അപ്പോൾ കുറച്ച് വാഹനങ്ങൾ ഇതുപോലുള്ളതായ പ്രധാനപ്പെട്ട റോഡുകളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ളതായ റോഡുകൾ അത് പൂർണ്ണമായും പുനഃക്രമീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഈ ചെങ്ങന്നൂർ കഴക്കൂട്ടം സംസ്ഥാന പാത എത്രയും പെട്ടെന്ന് തന്നെ അത് വെളിച്ചത്തിൻ്റെയും അതോടൊപ്പം തന്നെ സിഗ്നൽ ലൈറ്റ്സിൻ്റെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വളവുകൾ എല്ലാം പരിപൂർണമായി വൃത്തിയാക്കി അവിടെ നിലവിൽ അപകടരഹിതമാക്കി മാറ്റുവാൻ വേണ്ട അടിയന്തര നടപടി KSTP ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം ഇന്നൊരു വെള്ളാനകളായി മാറിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞാൽ അത് അതിശയോക്തി ഒട്ടും തന്നെയില്ല. അതുകൊണ്ട് കൊട്ടാരക്കര പ്രവർത്തിക്കുന്ന ഓഫീസ്
തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഓഫീസിലേക്ക് ഞങ്ങൾ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ കടന്നു പോകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ റോഡിൻ്റെ ഇരു സൈഡുകളിൽ നിൽക്കുന്ന ഇനിയിപ്പോൾ ഈ പറഞ്ഞ മെയ് മാസം ജൂൺ മാസം വരികയാണ്, കാലവർഷം വരാൻ പോവുകയാണ്. ഒരുപാട് മരങ്ങൾ അപകട ഭീഷണിയായി നിൽപ്പുണ്ട്. അത്തരം മരങ്ങൾ KSTPയുടെ നേതൃത്വത്തിൽ അത് മുറിച്ചു മാറ്റുവാനും അതുപോലെ തന്നെ യാത്രക്കാർക്ക് യഥാഷ്ടം യാത്ര ചെയ്യത്തക്കതിലുള്ളതായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നേതൃത്വം കൊടുക്കുവാൻ KSTP തയ്യാറാവണമെന്ന് മാത്രമാണ്.